ഏട്ടാ ഉം. ദാ പാല് കുടിക്ക്. നീ കുടിച്ചോ? ആ ഞാൻ കുടിച്ചതാ. ഹലോ. ഹലോ മോളെ, ആ പറഞ്ഞോ അമ്മ. സുഖാണോ മോളെ? ആ എനിക്ക് സുഖം തന്നെയാ. അമ്മയ്ക്ക് സുഖമല്ലേ? ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ. മോളെ, നിന്നെ കാണാൻ വേണ്ടി ഞാൻ നിന്റെ വീട്ടിലോട്ട് വരികയാണ്. രാത്രിയിലെ ബസ്സിലാ വരുന്നത്. രാവിലെ തന്നെ നിന്റെ വീട്ടിലെത്തും. അതെയോ? ശരി അമ്മ. അമ്മ എത്തിയിട്ട് എന്നെ ഫോൺ ചെയ്യ്. ഏട്ടൻ തന്നെ വന്നിട്ട് അമ്മയെ പിക്കപ്പ് ചെയ്തോളൂ. അയ്യോ വേണ്ട മോളെ, എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നെ? എനിക്ക് വീട് അറിയാമല്ലോ, ഞാൻ തന്നെ വന്നോളാം. ശരി അമ്മ. ഒറ്റയ്ക്കല്ലേ, സൂക്ഷിച്ചു വരണേ. ശരി മോളെ, വെക്കട്ടെ. ശരി അമ്മ, ബൈ. ആരാ? അമ്മയാണോ ഫോൺ ചെയ്തത്? ആ അതെ ഏട്ടാ. ആ, എന്താ അമ്മ പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നത്? അറിയില്ല ഏട്ടാ, ചിലപ്പോ എന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും. അതായിരിക്കും വരുന്നത്. ശരി എന്നാ ലൈറ്റ് ഓഫ് ചെയ്യേ, നമുക്ക് കിടക്കാം. ശരി ഏട്ടാ. ആ വാ അമ്മേ, അതോ ആ. സുഖമായിട്ടിരിക്കുന്നോ? ആ കുഴപ്പമില്ല മോനെ. ആ ബായിങ്ങിതാ. ഏയ് കുഴപ്പമില്ല. കനക എവിടെ മോനെ? കനക അവിടെ എന്തോ പണിയിലാണെന്ന് തോന്നുന്നു അമ്മേ. അമ്മ ഇരിക്കും, ഞാൻ വിളിക്കാം. കനക, കനക, അതെ കനക, ആ ഒരു മിനിറ്റ് ഏട്ടാ, ഞാൻ ഇപ്പൊ വരാം. പെട്ടെന്ന് വാ. ആരാ വന്നിരിക്കുന്നു നോക്കിയേ. അമ്മ ഇരിക്കമ്മേ. ആ. അമ്മേ സുഖം തന്നെയല്ലേ? കുഴപ്പമില്ല മോളെ. നിങ്ങക്ക് സുഖല്ലേ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും സുഖം തന്നെയാ അമ്മേ. അമ്മ ഇവിടെ വന്നിട്ട് എത്ര നാളായി. കല്യാണം കഴിപ്പിച്ചു വിട്ടിട്ട് എന്റെ കാര്യം തന്നെ അമ്മ അങ്ങ് മറന്നു. വല്ലപ്പോഴൊക്കെ വന്ന് എന്നെ കണ്ടിട്ട് പോയിക്കൂടെ അത് അമ്മയ്ക്ക്? ശരിയാ. അവിടെ വീട്ടിൽ നമുക്ക് ഒരുപാട് ജോലിയില്ലേ മോളെ? ശരി പോട്ടെ. അമ്മ ആദ്യം ചെന്നൊന്ന് ഫ്രഷപ്പ് ആവും. ഞാൻ അപ്പോഴേക്കും ടിഫിൻ റെഡിയാക്കി വെക്കാം, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ശരി മോളെ. ഏട്ടാ, ഉം? അമ്മയ്ക്ക് ആ ഗസ്റ്റ് റൂം ഒന്ന് കാണിച്ചു കൊടുക്കൂ. ആ ശരി. വാ അമ്മേ. അമ്മേ, അമ്മ ഇന്ന് ഫ്രഷ് ആയിട്ട് വാ. അമ്മ കഴിക്കാനുള്ള ആഹാരം എടുത്ത് വെക്കാം. ശരി മോനെ. ശരി. അമ്മേ, എന്താ മോളെ? ടിഫിൻ റെഡിയാ, വന്ന് കഴിക്ക്. ആ ശരി മോളെ. മതി. മോൻ കഴിച്ചതിന് ശേഷം ഞാൻ കഴിച്ചോളാം മോളെ. അതിനെന്താ, ഏട്ടന്റെ കൂടെ അമ്മ ഇരുന്ന് കഴിച്ചൂടെ? ആ. നീയും വാ, ഒരുമിച്ചിരിക്കാം. സാരമില്ലമ്മേ, അമ്മ ആദ്യം കഴിക്ക്, ഞാൻ പിന്നെ കഴിക്കാം. ആ മതി മതി. ഒരെണ്ണം കൂടി, ഒന്നുകൂടെ കഴിക്കാം. അത് ശരി. എത്ര പ്രാവശ്യം ഞാൻ അവരോട് പറയേണ്ടത്? ഞാൻ പറഞ്ഞ പോലെ നാളെ അവർക്ക് ചെക്ക് ഏട്ടാ. കൊടുക്കണം. എന്തുപറ്റി? ഒരു മിനിറ്റ്, ഞാൻ തിരിച്ചു വിളിക്കാം. പറ. ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. മട്ടൻ വാങ്ങിക്കോ? ശരി, വാങ്ങിച്ചോണ്ട് വരാം. വേറെ എന്തെങ്കിലും വാങ്ങിക്കാണെങ്കിൽ പറയണേ. ഏയ് ഇല്ലല്ല, ഇപ്പൊ വേറെ ഒന്നും വേണ്ട, മട്ടൻ മാത്രം വാങ്ങിച്ചാ മതി. ശരി.
അമ്മേ ഉം. എന്തുപറ്റി? ഇത്തവണ നമ്മുടെ നാട്ടിലെ ഉത്സവം വളരെ നേരത്തെയാണല്ലോ നടക്കുന്നത്. നമ്മുടെ അവിടുത്തെ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് ഇല്ലേ മോളെ, അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണം തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ടാ ഇപ്രാവശ്യം നേരത്തെ വെച്ചത്. അതെ അല്ലേ? ഇങ്ങ് താ മോളെ, അതൊക്കെ ഞാൻ നുറുക്കിത്തരാം. സാരമില്ല അമ്മേ, അല്ലെങ്കിൽ തന്നെ ട്രാവൽ ചെയ്തിട്ട് അമ്മ ടയേർഡ് ആയിരിക്കല്ലേ. അമ്മ റെസ്റ്റ് എടുക്ക്. ഉം. കനക, ഉം? ഇന്ന് മട്ടൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും വന്നല്ലേ? ഉം. ഉം. അമ്മയും മോള് എന്താ സംസാരിച്ചിരുന്നേ? ഒന്നുമില്ല ഏട്ടാ, ഈ കൊല്ലത്തെ ഉത്സവത്തെ കുറിച്ച് സംസാരിക്കായിരുന്നു. ഓ, ശരി, നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരിക്കെ, ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് ബിരിയാണി ഉണ്ടാക്കാം. ശരി. അമ്മേ, ഉം. നമ്മുടെ നാട്ടിലെ ഉത്സവത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്ത ഉടനെ അമ്മ പറഞ്ഞാൽ മതി, ഞങ്ങൾ വരാം. അതിനെന്താ, തീർച്ചയായും പറയാം. ഉം. ആ. എന്തു പറ്റി അമ്മേ? ആ. ഫോൺ അടിക്കുന്നുണ്ടല്ലോ, അത് അറ്റൻഡ് ചെയ്ത് സംസാരിക്കേ. എന്തെങ്കിലും വല്ല അത്യാവശ്യ കാര്യമായിരിക്കും, അതെടുത്തിട്ട് എന്താന്ന് ചോദിക്കേ. ആ, അതെ മോനെ, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. ഉം. ഹലോ. ഹലോ, ആ, പറയൂ സാറേ. എന്താ കുമാരി മാഡം, എന്റെ അടുത്ത് വാങ്ങിയ കാശ് ഒന്ന് പലിശയോടെ തിരിച്ചാന്ന് പറഞ്ഞതല്ലേ? വീട്ടിലൊന്നും നോക്കുമ്പോ വീട് അടച്ചിരിക്കുകയാണല്ലോ. നിങ്ങളെന്താ കളിക്കണോ? അയ്യോ, അങ്ങനെയല്ല. ആ, ഞാൻ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി എന്റെ മകളുടെ അടുത്തേക്ക് വന്നിരിക്കുക. ശരി, നാട്ടിലേക്ക് എപ്പോഴാണ് തിരിച്ചു വരിക? വരുന്ന 2 ദിവസത്തിനുള്ളിൽ പണം ശരിയാക്കിയിട്ട് തിരിക്കും സാറേ. ഇങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? നിങ്ങൾ കാശ് തിരിച്ച് എത്ര മാസങ്ങളായി? വാങ്ങിയ ദിവസം തൊട്ട് വാങ്ങിയ കാശുമില്ല, പലിശയില്ല. പലിശ മാത്രം കണക്കൂട്ടി നോക്കിയാലേ 3 ലക്ഷം രൂപയാണ് വരുന്നത്. ശരി, എന്തെങ്കിലും കാശ് വരുന്ന പ്രതീക്ഷ ഇരുന്നപ്പോ നിങ്ങൾ ഇങ്ങനെ പറയുന്നു. നിങ്ങളുടെ മോളുടെ വീട്ടിൽ തിരിച്ചു വരുമ്പോഴേ എന്റെ മുഴുവൻ കാശ് അടയ്ക്കാനുള്ള വഴി നോക്കണം. എന്താ മനസ്സിലായോ? ഹലോ മാഡം, നിങ്ങളുടെ മോളുടെ കല്യാണത്തിന് ചോദിച്ചപ്പോഴേ ഞാൻ ചോദിച്ച കാശ് തന്നല്ലേ? അതേപോലെ നിങ്ങൾ എന്റെ കാശ് തിരിച്ചു തരണ്ടേ? നിങ്ങൾക്ക് വയസ്സിൽ മൂത്തവരല്ലേ, എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നേ? അതെ, ഇതാണ് നിങ്ങൾക്ക് ഞാൻ തരുന്ന അവസാനത്തെ ചാൻസ്. ഈ നിങ്ങൾ പറഞ്ഞ കേട്ടെ എന്നെ കൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല. എന്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. എന്നെ കൊണ്ട് വെറുതെ വരൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. 2 ദിവസം കൊണ്ട് തിരിച്ചെത്തില്ലേ? ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. ഒരു പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ എന്റെ കാശ് വന്നില്ലെങ്കിലുണ്ടല്ലോ, പിന്നെ എന്താണ് നടക്കാണെന്ന് നിങ്ങൾക്ക് എന്നെ നന്നായി അറിയാം. ഞാൻ ആരാന്നറിയാലോ? ആ, വേണ്ട സാറേ. 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാശ് തന്നേക്കാം സാറേ. അതെ, നിങ്ങൾക്ക് 2 ദിവസം കൂടി സമയമുള്ളൂ. എന്റെ കാശ് മുഴുവനും വന്നിരിക്കണം, മനസ്സിലായോ? എന്താ കുമാരി മാഡം? ഹലോ, പറയൂ. നിങ്ങൾ പറഞ്ഞതുപോലെ എന്റെ കാശ് 2 ദിവസം കൊണ്ട് തിരിച്ചു തരുമല്ലോ? അതേന്നെ, ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളുടെ കാശ് തിരിച്ചു തരും സാറേ. അതെ, നിങ്ങളുടെ വാക്ക് വിശ്വസിച്ചാണ് 2 ദിവസത്തിൽ വേറൊരു പാർട്ടി കടം കൊടുക്കാൻ തീരുമാനിച്ചത്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നില്ലെങ്കിലേ എന്റെ വില ചീത്തയാവുക, അത് ഓർമ്മയുണ്ടാണോ? ഇത് നോക്ക് സാറേ, നിങ്ങൾക്ക് തരാനുള്ള കാശിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മകളുടെ അടുത്തേക്ക് വന്നത് തന്നെ. ഞാൻ എങ്ങനെയെങ്കിലും മുഴുവൻ പണവും റെഡിയാക്കി നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നേക്കാം. ആ, ശരി ശരി, നോക്കാം. നിങ്ങൾ പറഞ്ഞതുപോലെ ഇനി 2 ദിവസത്തിൽ എന്റെ കാശ് തിരിച്ചു വന്നില്ലെങ്കിലല്ലോ നാട്ടുകാർ മുമ്പില് വെറുതെ നാണം കെടേണ്ടി വരും. പിന്നെ എന്നോട് വിഷമിച്ചിട്ട് ഒരു കാര്യമല്ല മാഡം. 2 ദിവസത്തിൽ നാട്ടിലേക്ക് തിരിച്ചെത്തില്ലേ, വന്നിട്ട് എന്നെ വിളിക്കേ. ഞാൻ വീട്ടിലേക്ക് വന്ന് കാശ് വാങ്ങിച്ചോളാം, മനസ്സിലായോ? ശരി സാറേ, 2 ദിവസത്തിനുള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും പൈസ തന്നേക്കാം. ശരി മാഡം, പറഞ്ഞാലേ പറഞ്ഞോണ്ടിരിക്കില്ലേ. എത്രയും പെട്ടെന്ന് കാശ് തിരിച്ചു നോക്കൂ. എന്റെ കാശ് വന്നില്ലെങ്കിലേ പിന്നെ നിങ്ങൾ റോഡിൽ നിൽക്കേണ്ടി വരും. ഇല്ലെന്നേ, അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ എന്തായാലും പൈസ തിരിച്ചു തരും. ആ, ശരി ശരി, നോക്കാം. അയ്യോ, ആരാ എന്താന്ന് പോലും അറിയാതെ ഞാൻ ഇവന്റെ അടുത്തുനിന്ന് കടം വാങ്ങിച്ചല്ലോ. 2 ദിവസം കൊണ്ട് എങ്ങനെ 10 ലക്ഷം കൊടുക്കുക? മനസ്സിലാവുന്നില്ലല്ലോ.
അല്ല എന്താ ഇത് അപ്പോഴേക്കും ചായ ഉണ്ടാക്കിയോ? ആ അതെ ഏട്ടാ, ദാ കുടിച്ചോളൂ. അല്ല അതൊക്കെ പോട്ടെ, അമ്മയ്ക്ക് നീ ചായ കൊടുത്തായിരുന്നോ? ഇല്ല, കൊടുത്തിട്ടില്ല. ശരി അതിങ്ങിതാ ഞാൻ കൊടുക്കാം. ഏയ് സാരമില്ല, ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം. എന്താ നിന്റെ അമ്മയ്ക്ക് ഞാൻ ചായ കൊണ്ട് കൊടുക്കാൻ പാടില്ലേ? ഉം. ശരി, നിങ്ങൾ തന്നെ കൊണ്ടുപോയി ഉം. കൊടുക്ക്. അമ്മേ ആ. ഇന്ന് ഈ ചായ കുടിക്കേ. അയ്യോ എന്താ ഇത്? എന്തിനാ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? അവിടെ കനക ഉണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ വിളിച്ചാ ഞാൻ വരുമായിരുന്നില്ലേ? അല്ല അതെന്താ അമ്മേ, ഞാൻ ചായ എടുത്തിരുന്നാൽ അമ്മ കുടിക്കില്ലേ? അയ്യോ, ഞാൻ അങ്ങനെ വിചാരിച്ച് പറഞ്ഞതല്ല. മോനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. അതൊന്നും സാരമില്ല, അമ്മ കുടിക്കേ. ആ. വാ മോളെ ഇരിക്ക്. എന്തു പറ്റി അമ്മേ? അമ്മ എന്താ ഇങ്ങനെ ഡള്ളായിരിക്കുന്നേ? ഒന്നുമില്ല മോളെ. അമ്മേ, ഉം. അമ്മ എപ്പോഴാ നാട്ടിലേക്ക് തിരിച്ചു പോവാൻ നിൽക്കുന്നേ? എന്താ മോളെ, എന്താ അങ്ങനെ ചോദിച്ചേ? എന്തു പറ്റി? അയ്യോ ഒന്നുമില്ല അമ്മേ. അമ്മ ഇവിടെ നിൽക്കുന്നത് വരെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള എല്ലാ ആഹാരവും വെച്ച് വിളമ്പി തരാന്ന് വിചാരിച്ചിട്ടാ. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചോദിച്ചത്. ആ അങ്ങനെയാണോ? 2 ദിവസം കൂടി ഇവിടെ താമസിച്ച് പോകാന്ന് വിചാരിക്കാണ്. അതെയോ? ശരി. എന്തു പറ്റി മോളെ? നിങ്ങൾക്ക് 2 പേർക്കും ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ? അങ്ങനെയൊന്നും ഇല്ല അമ്മ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അമ്മ ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. ശരി, അമ്മ റെസ്റ്റ് എടുക്ക്, ഞാൻ പോയി ടിഫിൻ ഉണ്ടാക്കാം. ഹും. ഏട്ടാ, അമ്മ ഒരു 2 ദിവസം കൂടെ ഇവിടെ നിന്നിട്ട് നാട്ടിലേക്ക് പോകുന്നാ പറഞ്ഞത്. ഞാൻ ഇപ്പൊ അമ്മയോട് അതിനെപ്പറ്റി സംസാരിച്ചതേ ഉള്ളൂ. എടി നിനക്ക് വല്ല വിവരമുണ്ടോ? നിന്റെ അമ്മ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാവോ? അയ്യോ, നിങ്ങളിങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. അമ്മ ഇനി എത്ര ദിവസം ഇവിടെ നിൽക്കുന്നു എന്ന് ഉം. അറിഞ്ഞിരുന്നെങ്കിൽ ഉം. അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ടാ ഞാൻ അങ്ങനെ പോയി ചോദിച്ചത്. അതിന് വന്നാൽ ഉടനെ അങ്ങനെ ചോദിക്കണം? ഇങ്ങനെ നീ പെട്ടെന്ന് അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ എന്തായിരിക്കും വിചാരിക്കുക? അല്പം ചിന്തിച്ചൊക്കെ ചോദിക്കേ. ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ ഏട്ടാ. വെറുതെ ആണെങ്കിൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല, കേട്ടല്ലോ? ഉം, ശരി ഏട്ടാ. ഉം. 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 ബിരിയാണി നന്നായിട്ടുണ്ട് മോളെ. നീ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുമ്പോ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അമ്മേ, ആ? ഇവളിതൊക്കെ യൂട്യൂബിൽ കണ്ടുപഠിച്ചതാണ്. ഉം. ഇപ്പൊ പാചകത്തില് ഇവളെ തോൽപ്പിക്കാൻ ആരുമില്ല. ഓ അങ്ങനെയാണോ? അത് കൊള്ളാലോ. അമ്മയുടെ മരുമോൻ അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാ. എന്നെ എപ്പോ നോക്കിയാലും പൊക്കി പറയും. കനക, ഉം? ഞാൻ എന്റെ ഫ്രണ്ടിനെ വീട് വരുന്ന പോയിട്ട് വരാവേ. ആ ശരി ഏട്ടാ. ഉം. ഹലോ. ഹലോ മാഡം, നിങ്ങൾ എത്ര തവണ വിളിക്കുക? ഫോൺ വിളിച്ചാ ഒന്ന് എടുത്തൂടെ? അത് എന്താ ഇത്? എന്തിനാ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ 2 ദിവസത്തിനകം തരാന്ന്. ഹലോ കുമാരി മാഡം, ശബ്ദം കുറച്ച് കൂടുന്നുണ്ടല്ലോ. അതെ, ഈ മാസവും കാശ് തന്നില്ലെങ്കിലുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എനിക്ക് തരേണ്ട കാശേ 11 ലക്ഷമായിരിക്കും. നിങ്ങളെന്താ കളിക്കുകയാണോ? സാറേ, ഇത്രയും ദിവസം ക്ഷമിച്ചില്ലേ? ഇനി 2 ദിവസം കൂടി ക്ഷമിച്ചൂടെ? നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചാ ഞാൻ എന്ത് മറുപടി പറയാനാ? നിങ്ങൾ തന്നെ ഒന്ന് പറയൂ. അതെ, എനിക്ക് തരേണ്ട ആവശ്യമൊന്നുമില്ല. 2 ദിവസം കൊണ്ട് എന്റെ കാശ് എന്റെ കൈക്ക് എത്തിയില്ലെങ്കിലേ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കി നാട്ടിലോട്ട് നിർത്തേണ്ടി വരും. പിന്നെ നിങ്ങളുടെ മാനം കപ്പൽ കയറും. നോക്കൂ സാറേ, എന്റെ തല പണയം വെച്ചിട്ടായാലും ശരി, നിങ്ങളുടെ പണം ഞാൻ തിരിച്ചു തന്നിരിക്കും. മനസ്സിലായോ? നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരുന്ന എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലെന്നേ. ഒന്ന് മനസ്സിലാക്കൂ പ്ലീസ്. ശരി ശരി,
കാശ് റെഡിയാക്കിട്ടേ എന്നെ വിളിക്ക്. ആ ശരി സാറേ. എന്തുപറ്റി അമ്മേ? എന്താ പ്രശ്നം? അമ്മ ആരോടോ ടെൻഷനായിട്ട് സംസാരിക്കുന്നുള്ളത് തോന്നി. അയ്യോ അങ്ങനെയൊന്നുമില്ല. നാട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചതാ, അവരോടാ സംസാരിച്ചത്. ഓ അങ്ങനെയാണോ? ശരി അമ്മേ, ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ശരി, പോയിട്ട് വരൂ. ആ കനക, ആ അതാ വരുന്നു ഏട്ടാ. ആ പറഞ്ഞു ഏട്ടാ. ഞാൻ ഓഫീസിൽ പോയിട്ട് വരാവേ. നിനക്ക് ടിഫിൻ കഴിച്ചിട്ട് പോവാം. വേണ്ട സാരല്ല, എനിക്കിന്ന് ഓഫീസിൽ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട്, പെട്ടെന്ന് പോയേ പറ്റൂ. ശരി ഏട്ടാ. അല്ല അമ്മ എവിടെ? ആ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അമ്മേ, അമ്മേ. ആ ഇപ്പൊ വരാം മോളെ. ആ പറയൂ മോനെ. ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം അമ്മേ. ശരി, സൂക്ഷിച്ചു പോയിട്ട് വരൂ. ശരി അമ്മേ. ഉം. ബൈ കനക. ബൈ ഏട്ടാ. കനകെ, എന്താ ഒന്ന് അമ്മേ? വരുമോ? എനിക്ക് സംസാരിക്കണം. വാ. എന്താ അമ്മേ കാര്യം പറഞ്ഞു? കനകെ, നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ മോളെ? എന്തു പറ്റി അമ്മേ? അമ്മയുടെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് ഡോക്ടറെ ചെന്ന് കാണാം. അയ്യോ അങ്ങനെയൊന്നും അല്ല മോളെ. അപ്പൊ പിന്നെ എന്താ കാര്യം അമ്മേ? അത് നിന്റെ കല്യാണത്തിന് വേണ്ടി 7 ലക്ഷം രൂപ ഞാൻ പലിശയ്ക്ക് എടുത്തിരുന്നില്ലേ? ആ അതെ. അത് ഇപ്പോ പലിശയും മുതലും ചേർന്ന് 10 ലക്ഷത്തിൽ കൂടുതലായി മോളെ. കടം തന്നവര് എന്നെ വിളിച്ച് ശല്യം ചെയ്തോണ്ടിരിക്കുകയാണ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല മോളെ. 2 ദിവസം മുമ്പ് അദ്ദേഹം നമ്മുടെ വീട്ടിലേക്ക് വന്ന് വഴക്കുണ്ടാക്കി പോയി. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പൈസ കൊടുത്തില്ലെങ്കിൽ നമ്മളെ അപമാനിച്ചിറക്കി വിടുമെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടുത്തെ വലിയൊരു റൗഡിയാ മോളെ. അവൻ വീണ്ടും വന്ന് ബഹളം വെച്ചാലോന്ന് ഓർത്ത് പേടിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എത്രയും വേഗം പണം കൊടുത്തില്ലെങ്കിൽ അവൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യും. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെയോ? ഇത്രയൊക്കെ സംഭവിച്ചായിരുന്നോ? ഇതൊക്കെ എന്തുകൊണ്ട് അമ്മേനോട് നേരത്തെ പറയാഞ്ഞ്? പല പ്രാവശ്യവും നിന്നോട് പറയണമെന്ന് തോന്നും. എന്നാൽ നിന്നോട് പറഞ്ഞ് വെറുതെ നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നോർത്താ പറയാതിരുന്നത് മോളെ. അയ്യോ, ഇതിലെന്ത് ബുദ്ധിമുട്ടാ ഉള്ള അമ്മ? അമ്മ എന്തൊക്കെയായി പറയുന്നേ? ഇത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാറുന്നില്ലേ? ശരി അമ്മ, ഇപ്പൊ ആ കടം വീട്ടാൻ നമ്മൾ എന്താ ചെയ്യാ? നീ എങ്ങനെയെങ്കിലും എനിക്ക് 10 ലക്ഷം രൂപ റെഡിയാക്കി തരുമോ മോളെ? എന്താ അമ്മ, എന്റെ അടുത്ത് എവിടുന്ന് അത്രയും കാശ്? എന്നെ കൊണ്ട് ആരുടെ കയ്യിൽ നിന്ന് കടം മേടിക്കാനും പറ്റില്ല. ഇത് നോക്ക് കനകെ, ഞാൻ നിന്നോടല്ല ചോദിച്ചത്, മോനോട് പറഞ്ഞൊന്ന് ശരിയാക്കി തരാൻ പറ്റുമോ? അമ്മ, അദ്ദേഹത്തിന്റെ കയ്യിൽ മാത്രം 10 ലക്ഷം രൂപ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? 10 ലക്ഷം രൂപയൊന്നും അദ്ദേഹത്തെ കൊണ്ട് റെഡിയാക്കാൻ പറ്റില്ല. 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം ഒക്കെ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും റെഡിയാക്കാൻ പറ്റുമെന്ന് പറയാം. 10 ലക്ഷം ഒക്കെ റെഡിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തിനും നീ ഒന്ന് മോനോടൊന്ന് ചോദിച്ചു നോക്ക് മോളെ. അദ്ദേഹത്തോട് എന്തായാലും എന്നെ കൊണ്ട് അതൊന്നും ചോദിക്കാൻ പറ്റില്ല അമ്മ. ആ. അദ്ദേഹം എന്തായാലും വൈകിട്ട് വീട്ടിലേക്ക് തന്നെ വരുമല്ലോ. അമ്മ തന്നെ നേരിട്ട് ചോദിക്ക്. ഞാനോ? ഉം. ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ മോൻ എന്നെ തെറ്റിദ്ധരിക്കില്ല മോളെ? അമ്മ, അദ്ദേഹം ഒന്നും വിചാരിക്കില്ല. ഞാൻ പറയുന്നതിനേക്കാളും അമ്മ തന്നെ നേരിട്ട് പറഞ്ഞാലേ അമ്മയുടെ അവസ്ഥ എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവൂ. എന്തായാലും ഒന്ന് അദ്ദേഹം വീട്ടിൽ വന്നതിന് ശേഷം അമ്മ ഒന്ന് സംസാരിച്ചു നോക്ക്. അദ്ദേഹം എന്താ പറയാന്നൊന്ന് നോക്കാലോ. ആ ശരി മോളെ, മോൻ വന്നതിന് ശേഷം ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. ഉം. വാ മോനെ. അമ്മേ, ആ? കനക എവിടെ? അമ്മയോട് പണിയെടുക്കാൻ പറഞ്ഞിട്ട് അവളകത്തുനിന്ന് TV കാണുകയാണോ? ഇല്ല മോനെ, അവള് കുളിക്കുകയാണ്. ഓ അത് ശരി. മോൻ പോയിരിക്കെ, ഞാൻ കുടിക്കാൻ കാപ്പി കൊണ്ടുവരാം. അയ്യോ അതൊന്നും വേണ്ടമ്മേ, അവൾ വന്നതിന് ശേഷം ഞാൻ കഴിച്ചോളാം. സാരമില്ല മോനെ,
പോയിരിക്കെ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം. ശരി അമ്മേ. ആ. ഇതാ മോനെ കോഫി. താങ്ക്സ് അമ്മേ. മോനെ, ആ? എനിക്ക് നിന്നെ കൊണ്ടൊരു സഹായം വേണം. ചെയ്യാൻ പറ്റുമോ? എന്താന്ന് പറയാമേ? അത് കനകയുടെ കല്യാണത്തിന് വേണ്ടി നാട്ടിൽ ഒരാളോട് 7 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. ആ. ഇപ്പൊ പലിശയും കൂടി ചേർത്ത് 10 ലക്ഷം രൂപയായി. 10 ലക്ഷം? എനിക്ക് കടം തന്ന ആ ആള് വലിയൊരു റൗഡിയാണ്. ഉം. അയാള് ദിവസവും വീട്ടിലേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. 2 ദിവസം മുമ്പ് വീട്ടിൽ വന്ന് പണം ചോദിച്ച് ബഹളം വെച്ചു. 2 ദിവസം കൊണ്ട് മുഴുവൻ പണം കൊടുക്കണമെന്നാ പറയുന്നത്. 2 ദിവസത്തിനുള്ളിൽ പണം കൊടുത്തില്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ എന്നെ ഇറക്കി നിർത്തി അപമാനിക്കുന്ന പറയുന്നത്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതാ ഞാൻ ഇങ്ങോട്ട് വന്ന്. അങ്ങനെയാണോ അമ്മേ? അതേ മോനെ, ഞാനിവിടെ വന്ന് അന്ന് തൊട്ട് ഇതിനുള്ളിൽ 10 പ്രാവശ്യം വിളിച്ചിരിക്കുന്നു. അയ്യോ. 2 ദിവസത്തിനുള്ളിൽ പണം കൊടുത്തില്ലെങ്കിൽ അയാൾ എന്തു വേണമെങ്കിലും ചെയ്യും. സത്യമായിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാശില്ലാതെ എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു ചെല്ലാനാവില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എനിക്കൊരു 10 ലക്ഷം രൂപ തരൂ. 10 ലക്ഷം രൂപയോ? അയ്യോ അമ്മേ, ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ ഞാൻ എന്താ ചെയ്യുക? അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. പക്ഷെ എനിക്കിപ്പോൾ എന്താ ചെയ്യാൻ കഴിയുക? ശരി, അമ്മയൊരു കാര്യം ചെയ്യേ. ഏട്ടാ എത്തിയല്ലേ? അല്ല, മാഡം കുളിച്ചെന്ന് തോന്നുന്നല്ലോ. ആ കുളിച്ചു ഏട്ടാ. അല്ല, നിന്റെ ആഭരണമൊക്കെ ബ്യൂറോയിൽ തന്നെ ഇരിപ്പില്ലേ? ആ അതിനെന്താ? അതിൽ നിന്ന് ഒരു നെക്ലേസ് 4 വള പോയി എടുത്തോണ്ടോ. അതെന്തിനാ? നീ ആദ്യം പോയി എടുത്തോണ്ട് വാ, ഞാൻ പറയാം. ഉം. ഏട്ടാ ഇതാ. ഇന്ന് ഇത് പിടിച്ചോ അമ്മേ. ഇതെല്ലാം അമ്മ ഇവൾക്ക് കല്യാണത്തിന് കൊടുത്ത ആഭരണങ്ങളാണ്. ഈ ആഭരണങ്ങൾ പണയം വെക്കുകയാണെങ്കിൽ ഒരു 10-15 ലക്ഷം രൂപ കിട്ടുമെന്ന് തോന്നുന്നു. അമ്മ ഇത് എത്രയും പെട്ടെന്ന് ഒരു ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ച് അമ്മ കൊടുക്കാനുള്ള 10 ലക്ഷം കൊടുത്ത് സെറ്റിൽ ചെയ്യേ. അമ്മ ടെൻഷൻ ആവണ്ട. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങോട്ട് വന്നത്. പക്ഷേ പെട്ടെന്ന് നിങ്ങൾ എന്നെ സഹായിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിങ്ങൾ എന്നെ സഹായിക്കാനായി പുറത്തുനിന്ന് എന്തെങ്കിലും പലിശയ്ക്ക് വാങ്ങിത്തരൂന്നാ വിചാരിച്ചത്. പക്ഷേ നിങ്ങളിങ്ങനെ സ്വർണം തന്ന് എന്റെ അഭിമാനം രക്ഷിച്ചു. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല മോനെ. ഒരുപാട് നന്ദിയുണ്ട്. നോക്കമ്മേ, ഇതുപോലൊരു സമയത്ത് ഞങ്ങൾ വേണ്ട അമ്മയുടെ ഒപ്പം ഉണ്ടാകാൻ. അമ്മ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെയുള്ളപ്പോ ഒരു കാര്യം ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ശരി, എന്നാ ഞാൻ പുറപ്പെടട്ടെ. ഇപ്പൊ പോയാൽ നേരത്തെ അങ്ങെത്താം. അമ്മേ, പുറത്തിപ്പം നല്ല ഇരുട്ടായി. എന്തായാലും ഈ സമയത്ത് അമ്മ ഇനി പോകണ്ട. നേരം വെളുത്ത ഉടനെ പോവാലോ. ഇല്ല മോനെ, ഞാൻ ഇപ്പൊ പുറപ്പെട്ടു പോയാലേ രാവിലെ തന്നെ അവിടെ എത്തുകയുള്ളൂ. ബാങ്കിൽ പോയി ഈ ആഭരണങ്ങളൊക്കെ പണയം വെച്ച് പണം വാങ്ങി കടം തന്നവന് തിരിച്ചു കൊടുത്തേക്കാം. ഇല്ലെങ്കിൽ അവൻ വീണ്ടും വീണ്ടും ഫോൺ വിളിച്ച് എന്നെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ടൊന്നും അല്ലമ്മേ,
ഈ രാത്രി സമയത്ത് ഇങ്ങനെ കുഴപ്പമില്ല മോനെ, ഞാൻ പോയേക്കാം. ശരി, അമ്മ എന്നാ തനിച്ച് പോകണ്ട. ഞാൻ അമ്മയുടെ കൂടെ ബസ് സ്റ്റാൻഡ് വരെ ഒന്ന് അമ്മയെ ഡ്രോപ്പ് ചെയ്യാം. അദ്ദേഹം പറയുന്ന കേട്ടില്ലേ, നാളെ പോയാ പോരെ? ഇല്ല മോളെ, എന്റെ അവസ്ഥയൊന്ന് നീ മനസ്സിലാക്ക്. ശരി, അമ്മയുടെ ഇഷ്ടം. വരൂ മോനെ, നമുക്ക് പെട്ടെന്ന് പോവാം. ഉം. എന്താ മോനെ, ഇറങ്ങിയാലോ? ആ. ഞാൻ പോയിട്ട് വരാം മോളെ. അമ്മ ആഭരണങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആ ഉണ്ട് മോളെ. ശരി അമ്മ. ശരി വാ അമ്മേ, നമുക്കിന്ന് ഇറങ്ങാം. ആ ശരി, വരട്ടെ മോളെ. ഉം. മോളെ ഉം. സൂക്ഷിക്കണേ, ഞാൻ ശരി, പോയിട്ട് അമ്മേ. വരാം. ഏട്ടാ, അമ്മയെ സേഫായിട്ട് ബസ് കയറ്റി വിട്ടിട്ട് വാ. ശരി, അത് ഞാൻ നോക്കിക്കോളാം. ഉം. നീ ഡോർ ലോക്ക് ചെയ്തോ? ശരി ഏട്ടാ, വാ അമ്മേ, നമുക്ക് പോവാം. സൂക്ഷിച്ചു പോണേ. ആ